ഇപ്പോൾ സവട്ടുപിടിയെ ഉള്ളിലേക്ക് ഇറങ്ങിയൊരു കരിയാണ് സവട്ടുപിടിയെന്ന്. അത് സവട്ടുപിടിയല്ല, അന്നത്തെ കാലത്ത് അകത്തിരുന്ന് അടച്ചിരിക്കുന്നത് അവരുടെ സ്വയരക്ഷയ്ക്ക്. ഒന്ന് കാട്ടുമീരത്തിന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ കൊടുങ്കാറ്റോ മഴയിൽ നിന്ന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ അവരുടെ അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു വീഡിയോ പണിയാനായിരിക്കും. ആദ്യ മിഷൻ്റെ വീടാണ് 5000 വർഷം കാലപ്പഴക്കണമെന്ന് ആശുകാശുകൊണ്ട് പോയി കണ്ടെത്തിയിരിക്കുന്നത്. എല്ലാവരും പറയുന്ന കല്ലറയാ മുനിയെന്ന്. ഒരു മുനിയെന്ന് പറഞ്ഞാൽ ഒരു 20 ദിവസം മുന്നിൽ കാട്ടി ചോദിച്ചാൽ നാട്ടിലെങ്ങനെ ജനങ്ങളുണ്ടാകുന്നത്? അതിന് മാത്രമുണ്ട് ഇവിടെ. ഞങ്ങളെ സംബന്ധിച്ച് ഈ നാട്ടിൽ ഫസ്റ്റ് വന്നത് മധുരയിൽ ഇരുന്ന് കണ്ണയുടെ യുദ്ധത്തിൽ പേടിച്ച് കാട് കയറിയ ആദിവാസികൾ. ഞങ്ങൾ ആ മധുര കണ്ണയുടെ യുദ്ധത്തിൽ വന്ന് മറഞ്ഞിരുന്ന സ്ഥലമാണ് മറഞ്ഞിരുന്ന സ്ഥലം. അതാണ് മറയൂർ എന്ന് പറയുന്നത്. അഞ്ചുനാട് എന്നൊരു പേരുണ്ട്. അഞ്ചുനാട് എന്ന് പറയുമ്പോൾ മറയൂർ ഗ്രാമം 1, കാരൂർ 2, കീഴാന്തൂർ 3, കാന്തൂർ 4, ബോളിത്ത് കൊട്ടക്കുടി 5 ഗ്രാമത്തിൻ്റെ പേരാണ് അഞ്ചുനാട്. പിന്നീട് കണ്ണയുടെ യുദ്ധം കഴിഞ്ഞിട്ട് വന്ന യുദ്ധം വന്ന് ടിപ്പു സുൽത്താൻ്റെ കാലം യുദ്ധമാണ്. ആ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് യുദ്ധത്തിൽ വന്ന് ഇവിടുത്തെ രാജാവ് പൂഞ്ഞേത്തമ്പുര മഹാരാജയുടെ കീഴിലിറങ്ങി ഈ നാട്. അതായത് എൻ്റെ ചെറുപ്പത്തിൽ കാണുമ്പോൾ കയറാൻ മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ, ചുറ്റും മണ്ണിൻ്റെ അടിയില്ല. ഇതൊരു കാലപ്രതിന് മഴ പെയ്ത് മണ്ണൂരി കൂട്ടാണ് പുറത്തേക്ക് വന്നേക്കുന്നത്. എൻ്റെ ചെറുപ്പകാലങ്ങളിൽ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസത്തെ കൊടുങ്കാറ്റും ഇടിയും മഴയായിരിക്കും. അപ്പോൾ എൻ്റെ പ്രായത്തതാണെങ്കിൽ അത് മുൻ തലമുറയിൽ അതിനേക്കാളും 10 ഇരട്ടിയായിരിക്കാം. ആ കാറ്റുമഴയിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ കാട്ടുമീരത്ത് രക്ഷപ്പെടാനോ ഉള്ള ഒരു വീടാണ് ആദ്യം മിഷൻ്റെ വീട്. അപ്പോൾ എല്ലാവരും പറയുന്നത് ഇന്നത്തെ കാലത്ത് കല്ലറയ മുനിയറയെന്ന്. ഇത് കല്ലറയല്ല മുനിയറ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഒരു 250 മീറ്റർ നടക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അടക്കം ചെയ്ത സ്ഥലങ്ങൾ കൊണ്ട് കാണിച്ചു തരാം. ഇവിടെ അവരടക്കം ചെയ്ത് അന്നത്തെ കാലത്ത് ഇപ്പം ഞങ്ങളുടെ ജാതി സംബന്ധിച്ച് ഇങ്ങനെ കുഴിവിട്ട് ഒരു അടക്കം ചെയ്ത് കഴിഞ്ഞാൽ ഒരാളുടെ ഇത്രയും വലിയൊരു പാളികല്ലെടുക്കും. ഇപ്പം നിങ്ങൾക്ക് സംബന്ധിച്ച് കുരിശിനെടുക്കും, ഞങ്ങൾ കല്ലിടും തലയുടെ ഭാഗത്ത്. അതേമാതിരി മുസ്ലിം മതത്തിൽ എന്ത് ചെയ്യുന്നു? തലയുടെ ഭാഗത്ത് ഒരു കല്ലിടുന്നു, അടിഭാഗത്ത് ഒരു കല്ലിടുന്നു. ഈ 2 അടയാളം കൂടെ ഉണ്ട്, കുളിച്ചിട്ടടം ഈ മഠത്തിന് തൊട്ടടുത്ത്. അതായത് ഒരു അടക്കം ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞാൽ 5 സെൻറ്റോ 10 സെൻറ്റ് സ്ഥലം മതി. അതേ സമയത്ത് ഈ കല്ലുപിടികൾ എണ്ണിയെ തീരാത്ത സംഭവം. പത്രക്കാരും ടി വിക്കാരും ആണ് പറഞ്ഞത് ഇത് കല്ലറ. ഇപ്പം തൽക്കാലം അവർ പറഞ്ഞത് മുനിയറ, എൻ്റെ കല്ലറ എന്നായി. പിന്നെ ഇടയ്ക്ക് മുന്നേ പറഞ്ഞു കൊടുക്കുന്നത് മുനിയറയെന്ന്. ഇപ്പം നിങ്ങൾ വേണമെങ്കിൽ നോക്കി ഒരു 6 മാസത്തിനുള്ളിൽ രഹസ്യം പുറത്തേക്ക് വരും. ഇത് ആദ്യ മനുഷ്യൻ്റെ വീടാണെന്നുള്ളത്. കാര്യം ആദിവാസി നാനാണ് പറഞ്ഞു കൊടുത്തവർക്ക്. ഡൽഹിയിൽ നിന്ന് 4 ടീം വന്നു ഇതിനെപ്പറ്റി വ്യക്തമായിട്ട്. അടക്കം സ്ഥലവും കണ്ടുപിടിച്ച് ഈ സ്ഥലവും എത്തി. അപ്പോൾ കല്ലറയെന്ന് പറയാൻ കാരണം അന്നത്തെ രോഗം നമുക്ക് തീരാത്ത രോഗം വസൂരി എന്നാണ് പറയപ്പെടുന്നത്. ആ വസൂർ രോഗം വരുമ്പോഴത്തേക്കും ഒരാൾക്ക് തുറന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും പകരും. അങ്ങനെ പറഞ്ഞ കാലപ്പുറത്ത് എന്ത് ചെയ്യും? കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണവും വെച്ച് ഉപയോഗിച്ചിട്ട് വിടും. രോഗം ഭേദപ്പെട്ടവരുടെ കൂടെ ചേരാൻ സത്തങ്ങി അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു ചാകും. അങ്ങനെ സത്ത് കിട്ടുന്ന അതിൻ്റെ ഉള്ളിൽ മൺകുറവും ഈ തലവെട്ടി വിടും. അതാ പറയുന്ന കല്ലറയാണ്. ഇത് കല്ലറയല്ല. ആനക്കോട്ടപ്പാറ എന്ന് പേര് പറയാൻ കാരണം ഞങ്ങളുടെ അപ്പൂപ്പന്മാരുടെ ഏത് അപ്പൂപ്പനും ചോദിച്ചാൽ എനിക്കറിയില്ല. ഞങ്ങളുടെ അപ്പൂപ്പന്മാരുടെ കാലത്ത് അന്നത്തെ കാലത്ത് ആന കടന്നു വരാതിരിക്കാൻ കയ്യാല കിട്ടിയതാണ്. ആ കയ്യാലയുടെ പേരെ തമിഴ് പറഞ്ഞ കോട്ട. അതേ 1969 ആ കുറിച്ച് വെച്ചു. ആ കുറിച്ച് വെച്ച് പിന്നീടാണ് ഇവിടെ വിദ്യാഭ്യാസം വന്നത്, സ്കൂൾ വന്നത്, റോഡ് വന്നത്. പൈസനാർ പള്ളി എന്ന് പറയുന്ന പള്ളി അന്നത്തെ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ പുല്ലുവീടായിരുന്നു. ആ പുല്ലുവീട് കഴിഞ്ഞ പിന്നീടാണ് ആ പള്ളി വന്നത്. എൻ്റെ ചെറുപ്പത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വലിയവരായാലും ചെറിയവരായാലും ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും കൂറ വിടുക, തൂണ് കുളിച്ചിട്ട് ഉത്തരട്ട് കൈകോലം മേഞ്ഞ് കിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ കൊടുങ്കാറ്റുള്ള ഊതി പറപ്പിക്കും. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഓടി വീട് വന്നത്, വാർക്ക വീട് വന്നത്, ചീട്ട് വീടായി. വീട്ടുകാർക്കും വേണ്ടാതെ വീട്ടുകാർക്കും വേണ്ടാതെ ഒറ്റപ്പെട്ട തവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പെരണ്ടി കാണുന്നത് ഒരെണ്ണം ചെയ്ത് നശിച്ചു പോയത്. ഇതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വന്നു. ആ മരത്തിൻ്റെ ഉള്ളിൽ എന്നെ തീരാത്ത ആ മരയുടെ മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ വടക്കൊരു പളനി പാറ, ഈ ഭാഗത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വാൽപ്പാറ വര. ഈ കല്ലുപിടിയിൽ എല്ലാം നിശ്ചയിച്ച സ്ഥലത്തുണ്ട്. ആ വാൽപ്പാറ അങ്ങനെയാണ് സംഭവം. അല്ലാതെ മുനിയറയല്ല കല്ലറയല്ല. ഇത് അങ്ങനെ എത്ര വലിയ കല്ല് കയറ്റി വെച്ച് കാണും സാർ? ഞാൻ ചോദിക്കട്ടെ, തുച്ഛമായി ഇത്രയും പേര് മതി ഊഹം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ. എൻ്റെ ചെറുപ്പത്തിൽ കാണുമ്പോൾ ഈ തറ മട്ട പറഞ്ഞു ഇങ്ങനെ. ഇപ്പം ഈ മണ്ണൂർ മാറ്റുവാൻ കുളിക്കാൻ ഇങ്ങനെ ഇവിടെയും കുഴിയായി, ഇങ്ങോട്ടും കുഴിയായി. ഇവിടെ ഫസ്റ്റ് ലെവർ കല്ല് കൊണ്ടുവന്ന് പാളി കല്ല് കൊണ്ടുവന്ന് ഫസ്റ്റ് ലെവർ എന്ത് ചെയ്യുന്നു? നെറുകി കൊണ്ടുവന്ന് അടിയിൽ വിരിക്കുകയാണ് അവിടെ. ഈ കല്ല് തെന്നിപ്പോകാതിരിക്കാം. അടുത്തൊരു കല്ല് എനിക്ക് ഇങ്ങോട്ടും വെച്ചു, അടുത്തൊരു കല്ല് എനിക്ക് ഇങ്ങോട്ടും വെച്ചു, അടുത്തൊരു കല്ല് ഇങ്ങോട്ടും എനിക്ക് വെച്ച് ഒരു തുച്ഛമായ ആളുകൾ മതി നമുക്ക് തള്ളി കൊണ്ടതിൻ്റെ മുകളിലേക്ക് കയറ്റി വയ്ക്കാം. അങ്ങനെ മണ്ണിൻ്റെ അടിയിലായിരുന്നു. ഈ പാറപ്പുറത്ത് കാണുന്ന എല്ലാം മണ്ണിൻ്റെ അടിയിലായിരുന്നു. ജനപ്പെരുക്കൾ വന്ന് പിന്നീടാണ് ഈ സാധനം നശിപ്പിച്ചു കളയാൻ കാരണം. നന്നായി കാലങ്ങൾ ഇത്ര ആയതിൻ്റെ പേരിലാണ് മണ്ണിൽ നിന്ന് പുറത്തേക്ക് വന്നേക്കുന്നത്. മഴ പെയ്ത് മണ്ണൊഴുകി വിട്ട പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ മുന്നേറിയിക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലൊരു മരം ഉണ്ടായിരുന്നത് ഇവിടെ അവർ കുറ്റി പോയി. അപ്പോൾ അവർ പണിയുന്ന കാലത്ത് ആ മരക്കുറ്റി അവരെ കാണിയില്ല. ഇത് വരാൻ വിട്ടിട്ട് പോയത് ഞാനാ. ഇത്രയും മണ്ണിൻ്റെ അടിയിലായിരുന്നത്. അതേമാതിരി ഇവിടെ ചവിട്ടിപ്പിടി എന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ട്. ഈ കേപ്പിൽ ഇവിടെ ഒരു 3/4 അടി തറ മട്ടത്തേക്ക് പൊങ്ങിക്കൊണ്ടൊരു കല്ല് അകത്തിറങ്ങി അവിടെ അടച്ചിരിക്കുന്നത്. ഒരു കല്യാണം പുറത്തു നിന്ന് അടയ്ക്കുള്ളൂ. അപ്പൊ സ്വയരസിക്കുള്ള വീടാത്. ആദ്യം